ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു ചെറിയ യാത്ര പോകുകയാണ്. ഈ യാത്രയുടെ ഒരു പ്രത്യേകത, നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി എന്ന നിലയ്ക്ക് അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ട്. എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിച്ച് നമ്മളോട് സഹകരിക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം എവിടെ പോകുമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഏകദേശം 18 കിലോമീറ്റർ അകലെയുള്ള വളഞ്ഞാങ്ങാനം വെള്ളച്ചാട്ടം, അവിടേക്കാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു യാത്ര. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്നും മെയിൻ റോഡിലേക്ക് എത്തിച്ചേരാനുള്ളൊരു ചെറിയ വഴിയാണ്. നമ്മളിപ്പോൾ നേരെ നോക്കുമ്പോൾ കുറേ മലകളൊക്കെ കണ്ടോ? അത് ഹൈ റേഞ്ച് ഭാഗമാണ് കേട്ടോ. നമ്മൾ എത്തിച്ചേരേണ്ടത് അങ്ങോട്ടാണ്. നമ്മൾ ഈ പറഞ്ഞ വെള്ളച്ചാട്ടമൊക്കെ എവിടെയാണ്. ഇപ്പോൾ ഒരു മഴയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. മഴ കഴിഞ്ഞാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തുവാണ്. ഇത് കോരത്തോട് കുഴിമാവ് വഴിയൊക്കെ ശബരിമല പോകുന്ന വഴിയാണ് കേട്ടോ. അതിനൊക്കെ മുമ്പ് പറയാനുള്ളത്, എൻ്റെ വീട് മുണ്ടക്കയം വണ്ടൻപതാൽ എന്ന സ്ഥലത്താണ്. അതായത് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം വണ്ടൻപതാൽ എന്ന സ്ഥലത്താണ്. നമ്മൾ കയറി ചെല്ലുന്നതാണ് വണ്ടൻപതാൽ ടോപ്പ് ജംഗ്ഷൻ. ഈ തണൽമരമൊക്കെ നിൽക്കുന്നുണ്ടോ, അതാണ് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് കേട്ടോ. ഞങ്ങളൊക്കെ ഇവിടെയാണ് ഓട്ടോ ഓടിക്കുന്നത്. ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ വണ്ടൻപതാലിലെ മെയിൻ ജംഗ്ഷനുണ്ട്. നമ്മളിപ്പോൾ കണ്ടത് ടോപ്പ് ജംഗ്ഷനാണ്. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു പോകുന്നതാണ് കോരത്തോട് കുഴിമാവ് വഴി ശബരിമലയൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇടത്തോട്ടാണ് പോകേണ്ടത്. ഇത് നമ്മൾ വണ്ടൻപതാൽ വീട്ടിൽ നിന്നും എളുപ്പം പോകാനുള്ളൊരു വഴിയാണ് കേട്ടോ. ഈ വഴി നേരെ KK റോഡിലേക്കാണ് ചെന്ന് കയറുന്നത്. ഇവിടെ നമ്മൾ വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു പോവുകയാണ്. ഇത് വണ്ടൻപതാൽ സെൻറ്റ് പോൾസ് പള്ളിയാണ് കേട്ടോ, ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പം മുണ്ടക്കയത്തിൻ്റെ ഒരു പ്രത്യേകത, ഹൈ റേഞ്ചിൻ്റെ പ്രവേശന കവാടം എന്നാണ് മുണ്ടക്കയത്തെ വിശേഷിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഇറങ്ങി ചെല്ലുന്നത്, ചെറിയൊരു പാലം കയറി ചെല്ലുന്നത് 35 മൈൽ എന്ന് പറയുന്നൊരു ചെറിയ ടൗണാണ് കേട്ടോ. അതായത് മുണ്ടക്കയം കഴിഞ്ഞ് 2 കിലോമീറ്റർ കഴിഞ്ഞാണ് നമുക്ക് ഈ ടൗണിലെത്താൻ പറ്റുന്നത്. നമ്മളിപ്പോൾ KK റോഡിലേക്ക് കയറി. ഇതാണ് 35 മൈൽ ടൗൺ. അത്യാവശ്യം കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ചെറിയൊരു ടൗണാണ്. നമ്മൾ ഈ ടൗൺ കഴിഞ്ഞ് മുമ്പോട്ട് ചെല്ലുമ്പോൾ ഹൈ റേഞ്ചിൻ്റെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങാം. ഇവിടെ മുതൽ കുട്ടിക്കാനം വരെ മലയോര പാത തുടങ്ങുകയാണ്. അപ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഹൈ റേഞ്ചിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത് കണ്ടു തന്നെ മനസ്സിലാക്കണം. നമ്മൾ ഈ വളവ് തിരിഞ്ഞ് ചെല്ലുമ്പോൾ ഒരു കവാടം കാണാൻ പറ്റും, ചെറിയൊരു ആർച്ച്. ഇത് പ്രശസ്തമായ വള്ളിയാങ്കാവ് ദേവി ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ. വള്ളിയാങ്കാവ് ദേവി ക്ഷേത്രം മിക്കവർക്കും അറിയായിരിക്കും. ഈ വഴിയാണ് പോകുന്നത്. നമ്മളതൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. വെള്ളച്ചാട്ടം എത്രത്തോളം കാണുമെന്നൊന്നും അറിയത്തില്ല, പോയി നോക്കിയാലേ അറിയത്തുള്ളൂ. റോഡിൻ്റെ വലതുവശത്ത് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഓട്ടോയ്ക്ക് യാത്ര ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ വണ്ടിക്കകത്തിരുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം കവർ ചെയ്യാൻ പറ്റുന്നില്ല. ഈ താഴെ കാണുന്ന ബിൽഡിംഗ് ഉണ്ട്, ഇത് നമ്മുടെ ഒരു ഹോസ്പിറ്റലാണ്, മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പറയും. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് TR&T കമ്പനിയുടെ റബ്ബർ എസ്റ്റേറ്റാണ് കേട്ടോ. ഇതിപ്പോൾ കൊടുകുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, നമുക്കവിടെ വണ്ടി നിർത്തി നോക്കാം. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞുകൊണ്ട് നല്ല കാഴ്ചയായിരിക്കും, ചെറിയ മഞ്ഞൊക്കെ കാണും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചയൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. എന്താണെന്ന് വെച്ചാൽ
നമ്മളിപ്പോൾ തന്നെ ഇച്ചിരി നേരം വൈകിയാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇരുട്ടുന്നതിന് മുമ്പ് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ചെന്നാലേ നമുക്കതിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ അധികം നേരം അവിടെ ഒന്നും തങ്ങി നിന്നില്ല, മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് പെരുവന്താനം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഇതും ചെറിയൊരു സിറ്റിയാണ്. നമ്മൾ ഏകദേശം പകുതി വഴി പിന്നിട്ടിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്നും ഏകദേശം പകുതി ദൂരം നമ്മൾ പിന്നിട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹൈ റേഞ്ചിലോട്ടേ ഈ നല്ല മഴയുള്ളപ്പോൾ ഒന്നും വരാതിരിക്കുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിലൊക്കെ നല്ല മൺതിട്ടകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി റിസ്ക്കാണ്. അപ്പം ഇതാണ് പുല്ലുപാറ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയും കുറച്ച് കടകളും ചായക്കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി വണ്ടിത്തിരക്കൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ വലത്ത് സൈഡിലൊരു ചായക്കടയുണ്ട്. അവിടെ അത്യാവശ്യം തിരക്കുള്ളൊരു കടയാണ്. ഈ മഴയൊക്കെ കഴിഞ്ഞുകൊണ്ട് ചെറിയൊരു കാറ്റും തണുപ്പും ചെറിയ മഞ്ഞൊക്കെ ഉണ്ട്. ആ ഒരു വൈബ് നല്ല രസമാണ്. അവിടെ നിന്നൊരു ചായ കുടിക്കാൻ നല്ല രസമാണ്. നമ്മൾ ഈ വലതുവശത്ത് കണ്ടോ വലിയ പാറക്കെട്ടൊക്കെ കണ്ടോ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ വലിയ മഴയത്തൊക്കെ നമ്മൾ ഈ ഹൈ റേഞ്ച് റൂട്ടൊക്കെ വരാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ അവനവൻ്റെ സേഫ്റ്റി നോക്കിയേ ഈ റൂട്ടൊക്കെ സഞ്ചരിക്കാവുള്ളൂ കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഇവിടേക്ക് എപ്പോഴും മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വഴിയാണ്. അതുകൊണ്ട് എല്ലാവരും അതൊക്കെ ശ്രദ്ധിച്ചേ വരാവുള്ളൂ കേട്ടോ. ഇതാണ് മുറിഞ്ഞപുഴ എന്ന് പറയുന്ന സ്ഥലം. ഏകദേശം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ഇവിടുന്ന് ഈ വലത്തോട്ട് പോകുന്ന വഴിയാണ് പാഞ്ചാരിമേടൊക്കെ പോകുന്ന വഴി കേട്ടോ. കണയങ്കവയിൽ പാഞ്ചാരിമേടൊക്കെ ആ വഴിയാണ് പോകുന്നത്. ഏകദേശം നേരം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി താമസിച്ചു പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം. പിന്നെ ഭയങ്കര മഴയായിരുന്നു. മഴയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റായിപ്പോയി. എന്തായാലും നമുക്ക് പോയി നോക്കാം. നല്ല തിരക്ക് കാണും ഈ സമയത്തൊക്കെ. ചായ കുടിക്കാനൊക്കെ ചുമ്മാ വീട്ടിൽ ഇരിക്കുമ്പോൾ, ഞായറാഴ്ചയല്ല, എല്ലാവരും വീട്ടിൽ ഇരിക്കുമ്പോൾ ചുമ്മാ ചായ കുടിക്കാനൊക്കെ കയറി വരും. അതൊരു രസമാണേ. ഇവിടം തൊട്ടേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിരക്ക് കാണുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ചായക്കടയിലൊക്കെ പോയി മിക്കവാറും ക്യൂ നിൽക്കേണ്ട വരും. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. ഇപ്പം ശരിക്കും വെള്ളം കുറവാണ് കേട്ടോ. നല്ല മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ റോഡിലോട്ടൊക്കെ നല്ല രീതിയിൽ തെറിച്ച് നല്ല ശക്തമായിട്ടായിരിക്കും വെള്ളം ചാടുന്നത്. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ചതിന് ശേഷം നമ്മളിന്നൊരു ചായ കുടിക്കാൻ തീരുമാനിച്ചു. ഇവിടെ വന്നിട്ടൊരു ചായ കുടിക്കാൻ പോയ വൻ നഷ്ടമാണ് കേട്ടോ. ചായ കുടിയാണ് മെയിൻ. അതിൻ്റെ കൂടെ നല്ല ചൂട് ബ്രെഡ് ഓംലേറ്റും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നേരെ ഇരുട്ടി തുടങ്ങിയത് കൊണ്ടും അധിക സമയമില്ലാത്തതുകൊണ്ടും നമ്മൾ തൽക്കാലം നിർത്തുകയാണ്. അപ്പോൾ അടുത്ത ഒരു സ്ഥലത്തെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം.